യെസ്, the much awaited moment, ladies and gentlemen. നമ്മുടെ പ്രിയപ്പെട്ട താരം ഇതാ നമ്മുടെ കൂടെ. മുമ്പാണ് ഒരു എന്റർടൈൻമെന്റ് സ്ഥാപനമായിട്ട് ആലുവയിൽ സ്ഥാപിച്ച മിസ്റ്റർ ഇർഷാദ് നാസിം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വ്യക്തിത്വം ജോയിൻ ചെയ്യാണ്. ഇന്ത്യ വിഷനിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള, അതിനുശേഷം റിപ്പോർട്ടർ ടി വിയിലും സൂര്യ ടി വിയിലും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയിട്ട് മീഡിയയിൽ നിന്ന് കയറി വന്ന ഒരു പുലി എന്ന് വേണമെങ്കിൽ പറയാം. കുറുക്കിക്കൊള്ളുന്ന ചോദ്യവുമായിട്ട് എല്ലാവരുടെയും വായടപ്പിക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം കൂടി ജോയിൻ ചെയ്തപ്പോൾ ഇത് വേറൊരു ലെവലിലേക്ക് പോയി. ഇപ്പോൾ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആൽബം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അതിന് പ്രൊമോഷൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇന്ന് നോക്കുമ്പോൾ 280-ലധികം യൂട്യൂബ് ചാനൽസ് പ്ലസ് 100-ലധികം സിൽവർ ബട്ടൺസ്, 5-ലധികം ഗോൾഡൻ ബട്ടൺസ്. ഇതൊക്കെ വാങ്ങിച്ച് മൂവി വേൾഡ് മീഡിയ അജയരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിംഹത്തെ വേദിയിലേക്ക് വിളിക്കുന്ന സമയമാണ്. കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ഹൈദർ അലി. മിസ്റ്റർ ഹൈദർ അലി ഓൺ സ്റ്റേജ്. നമസ്കാരം. വളരെ സന്തോഷം. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇവൻ്റ് നടത്തി. അതിനുശേഷം ഇപ്പം നമ്മുടെ ഹബീബ് ഒരു ഇവൻറ്റ് കമ്പനി തുടങ്ങുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ധ്യാൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാനും കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ പോയപ്പോൾ ധ്യാൻ ദുബായിലേക്ക് പോവുകയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ധ്യാൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ നമുക്കൊന്ന് ആസൂത്രണം ചെയ്യാം, ഫൈസലൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ച് നമുക്കൊരു പ്രോഗ്രാം എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്നോട് ധ്യാൻ പറഞ്ഞു, ഓക്കെ, ഒരു കുഴപ്പമില്ല, നമുക്കങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ധ്യാൻ പറഞ്ഞു, ഒരു ചെറിയ പ്രോഗ്രാം എന്നോർത്ത് വിളിച്ചിട്ട് ഇത്ര വലിയ പ്രോഗ്രാം എന്തിനാക്കിയെന്നാണ് എന്നോട് ചോദിച്ചത്. പക്ഷേ ധ്യാനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോഗ്രാം ആക്കണം. കാരണം ധ്യാൻ കുറേ കൗണ്ടറുകൾ അടിക്കുന്ന ആളാണ്. ധ്യാനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം സ്നേഹത്തോടെ ആദരവോടെ ധ്യാനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇരിക്കൂ, തുടങ്ങണ്ടേ അംഗം. അതോടൊപ്പം നമുക്കെപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ചെയ്യുന്ന നമ്മുടെ ഫൈസൽ ഖാനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ദിവസം കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് മുന്നേറാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പ്രോഗ്രാം പറയുമ്പോൾ എന്നോട് ആദ്യം ഒരാളുടെ പേരാണ് പറഞ്ഞത്. അജ്മൽ ഖാൻ ഉണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണം, കുറച്ച് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അജ്മൽ ഇപ്പം എത്തും. അപ്പോൾ അജ്മൽ ഇപ്പം എത്തും. അജ്മലിൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് എന്നോട് പറഞ്ഞതു. ഒന്നും നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നേരെ നമ്മുടെ പ്രോഗ്രാമിലേക്ക്. എന്താണ് നമുക്ക് ഇപ്പം ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്? ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഇതിൻ്റെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് എന്നാണ് എനിക്ക് എന്നോട് പറഞ്ഞത്. അതെ, വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ആൾക്കാർ, ഞാൻ ദുബായിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ആർക്ക് എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഇതൊക്കെ നമ്മളെന്താ വലിയ വലിയ ഈ ഐഫ സൈമയോ വലിയ വലിയ ഫംഗ്ഷനൊക്കെ അങ്ങനെ ഒരു മറ്റേ ഡിന്നർ ടേബിൾ ഫ്രണ്ടിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ എന്നെ ആരും വിളിച്ചിട്ടില്ല. റിച്ച്. അപ്പൊ ആ സെറ്റപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതെ അതെ അതെ. സാധാരണ നമ്മുടെ പ്രോഗ്രാമുകൾ വളരെ ദാരിദ്ര്യം നിറഞ്ഞതാണല്ലോ സാധാരണ.
സാധാരണ നമ്മൾ സാധാരണ അപ്പൊ അതൊന്ന് ചേഞ്ച് ആക്കാം. പാടത്തും പറമ്പത്തൊക്കെ ഇരുന്ന് നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. എത്രയോ ഇന്റർവ്യൂ അല്ലേ? അതിൽ നിന്ന് മാറി ദുബായിലെത്തിയപ്പോൾ നമ്മുടെ ഒരു നമ്മളെ രണ്ടുപേരുടെയും ഒരു സ്റ്റാൻഡേർഡ്, ഇവർ ഓൾറെഡി ദുബായിക്കാരാണല്ലോ. അല്ല, നമ്മൾ ദുബായിൽ വന്നല്ലേ ഉള്ളൂ. അതെ അതെ, നമുക്കൊരു സ്റ്റാൻഡേർഡ് മാറിയ പോലെ. ഇത് അറിഞ്ഞിരുന്ന ഞാൻ കുറച്ചൊരു നല്ല ഷർട്ടും ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നേനെ. ഇത്രയും പ്രതീക്ഷയില്ല സത്യം. അതല്ലേ? അല്ല, ധ്യാൻ ഇപ്പൊ എങ്ങനെ വന്നാലും ഓക്കെയാണ്. ധ്യാൻ എങ്ങനെ വന്നാലും ഓക്കെയാണ്.